ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, ഇപ്പോൾ കിറ്റക്സും സംസ്ഥാന സർക്കാരും തമ്മിൽ നേരത്തെയും പോരുണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു പ്രതികരണമായിട്ട് വരികയാണ്. ആന്ധ്രയിൽ നിന്ന് മന്ത്രി ഇങ്ങോട്ട് വരുന്നു, ഞാൻ പൂർണ്ണമായും അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി ഞാൻ കേരളം വിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരു വ്യവസായി മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നീക്കമായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. ഞാൻ രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേരളം ഈ പറയുന്നത് പോലെ അത്ര വ്യവസായ സൗഹൃദമല്ല എന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തെക്കുറിച്ച് നല്ല രീതിയിൽ എനിക്കറിയാം. നല്ല രീതിയിൽ ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്? കേരളത്തിൽ നമ്മൾ റാങ്കിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്തും ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബുവാണല്ലോ ഇപ്പം ഈ പറയുന്ന വ്യവസായത്തിൽ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയുന്നില്ല. കാരണം സാബുവിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഗാർമെൻറ്റ് ബിസിനസ്സാണ്. ഈ പറയുന്ന ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ ഗാർമെൻറ്റ്സിന് വേണ്ടി മാത്രം ഒരു ടെക്സ്റ്റൈൽസ് മന്ത്രിയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗാർമെൻറ്റ്സ് ബിസിനസ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തുണി വ്യവസായങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ അതിൻ്റെ റോ മെറ്റീരിയൽ നല്ല രീതിയിൽ കിട്ടും. അവിടെ ഈ പറഞ്ഞ അതിന് പറ്റിയ തൊഴിലാളികൾ കിട്ടും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാഹചര്യ സംവിധാനങ്ങളും അവിടെയുണ്ട്. അവിടെ ആ ബിസിനസ് കൊണ്ടുപോകുന്നതിൽ സാബുവിനെ സംബന്ധിച്ചിടത്തോളം കമ്പനീൻ്റെ മുതലാളി എന്നുള്ള സംബന്ധിച്ച് ഒരു തെറ്റുമില്ല. കാരണം അവിടേക്ക് കൊണ്ടുപോയി ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ കേരളത്തെ മോശമാക്കിയിട്ട് പോകണോ വേണ്ടിയോ എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഒരു സാധാരണ നമ്മൾക്കറിയാലോ, ഒരു ഗാർമെൻറ്റ് തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ തൊഴിലാളിക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഏറ്റവും കൂടി പോയിട്ടുണ്ടെങ്കിൽ 50,000 കൊടുക്കുമായിരിക്കും. അതിൽ കൂടുതൽ കൊടുക്കുമോ? അതിൽ കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഞാൻ സാബു അങ്ങനെ കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടില്ല. ഈ പറയുന്ന ബാലൻസ് ഷീറ്റൊക്കെ ഞാനും എടുത്ത് നോക്കി. അതിൻ്റെ അകത്തും കൊടുക്കുന്നതിൻ്റെ ഒരു പരിധി വന്നിരുന്നു. അല്ല, ഞാൻ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ടേൺ ഓവർ ഉണ്ട്. കാരണം എന്താണ്? അമേരിക്ക പോലെയുള്ള വൻകിട ഭൂഖണ്ഡങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ്സ് കയറ്റി അയക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് സാബുവിൻ്റെയാണ്. അത് ആ ബിസിനസ്സിൻ്റെ വിജയമാണ്. ഞാൻ പറയുന്നത് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ബിസിനസ്സാണ് നടത്തുക. ഇപ്പം കർണാടകയിൽ പോയിട്ടുണ്ടെങ്കിൽ കരിമ്പ് കൃഷി നല്ല രീതിയിൽ നടക്കും. നമുക്കിവിടെ കരിമ്പ് കൃഷി നടത്താൻ പറ്റുമോ? നമുക്ക് നടത്താൻ പറ്റില്ല. നമുക്കിവിടെ കയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. നമ്മളവിടെ നല്ല രീതിയിൽ കയർ വ്യവസായം നടത്തുന്നില്ലേ? നമ്മൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ആന്ധ്രയും തെലുങ്കാനയും പോയി കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട് നല്ല രീതിയിൽ. കേരളത്തിൽ നടത്താൻ പറ്റുമോ? അവിടെ ലീഗലാക്കി കൊടുത്തൊരു സാധനമാണ്. പറ്റുമോ? അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ രീതിയിലുള്ള ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ ആ കാര്യങ്ങളിൽ കേരളം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇപ്പോൾ സാബുവിനെ സംബന്ധിച്ചോളം സാബു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ലൈനിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ എനിക്ക് ലോകത്തിലെ ആദ്യത്തെ ഫാക്ടറി തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ഥലം അവിടെ കൊടുത്തു എന്നുള്ളതാണ്. 5 കിലോമീറ്റർ അല്ല, വേണമെങ്കിൽ 50 കിലോമീറ്റർ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഏക്കർ കണക്കിൽ 1000 കണക്കിന് 10,000 കണക്കിന് ഏക്കർ സ്ഥലം അവിടെ തരിശായി കിടക്കുകയാണ്. ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ 5000 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ 50 കോടി രൂപ മതി. മനസ്സിലായോ? കേരളത്തിൽ ഈ എറണാകുളം സിറ്റിയിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് നമുക്ക് 5 ഏക്കർ പോയിട്ട് 500 മീറ്റർ സ്ഥലം നീളത്തിൽ ഫാക്ടറി പണിയാൻ കിട്ടുമോ? ആ സ്ഥലം ആര് ഫ്രീ ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്? ആന്ധ്ര സർക്കാർ കൊടുത്തു, അല്ലെങ്കിൽ തെലുങ്കാന സർക്കാർ കൊടുത്തു, ആന്ധ്ര സർക്കാർ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ 1 ഏക്കർ 500 ഏക്കർ വേണ്ട, 1 ഏക്കർ കൊടുത്താൽ അവസ്ഥ. സാബുവിനെ പോലെ ഒരു മുതലാളിക്ക് കേരളത്തിലെ സർക്കാർ 1 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാബുവിനെയും കത്തിക്കും, ഈ പറഞ്ഞ സർക്കാരിനെയും കത്തിക്കും. ആ അവസ്ഥയിലേക്ക് ജനങ്ങൾ പ്രതികരിക്കില്ലേ? ഇവിടുത്തെ പ്രതിപക്ഷം അടങ്ങിയിരിക്കുന്നത് തോന്നുന്നുണ്ടോ? ഈ ഫ്രീ ആയിട്ട് ഇത്രയും വലിയ മുതലാളിക്ക് ഇത്രയും സ്ഥലം വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഔചിത്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് സംസ്ഥാനത്തെ മോശമാക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു വ്യവസായികൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം സംസ്ഥാനം ഈ കിറ്റക്സ് പോലെയുള്ളൊരു സ്ഥാപനം ഈ കഴിഞ്ഞ 19 വർഷമായിട്ട് കേരളത്തിലല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്ത് ബുദ്ധിമുട്ടാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്? കേരളത്തിൽ റെയ്ഡ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്? മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓരോ മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ് കിടക്കുന്നു ഇല്ലേ? എത്രയോ സ്ഥാപനങ്ങളിൽ റെയ്ഡ് കിടക്കുന്നുണ്ട്. ഓരോ വിഭാഗങ്ങൾ ഇവിടെ തൊഴിൽ പീഡനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയ്ഡ് വരില്ലേ? നമുക്ക് നോർമലി ചിന്തിച്ചാൽ പോരെ? അവിടുന്ന് കംപ്ലയിൻറ്റ് വന്നിട്ടില്ലേ? അവിടുന്ന് റെയ്ഡ് നടത്തിയിട്ടില്ലേ? ഇതിലൊന്നും നമ്മൾ തെറ്റു പറഞ്ഞ കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്. കേരളത്തിൽ 37 സ്വകാര്യ പാർക്കുകൾ തുടങ്ങി. കേരളത്തിൽ ഈ 37 സ്വകാര്യ പാർക്കുകൾ പൂട്ടിക്കിടക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. 1 ഇഞ്ച് സ്ഥലം ഒരു സ്വകാര്യ പാർക്കിന് കേരളത്തിൽ കിട്ടാനില്ല. 1 ഇഞ്ച്. എറണാകുളം ജില്ലയിലുള്ള സ്വകാര്യ പാർക്കുകൾ നോക്കിയാൽ നമ്മളെ തൊട്ടടുത്താണ് കിൻഫ്ര.
നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കിക്കേ, ഒരു സെൻറ്റ് സ്ഥലം കിട്ടും ഒരു വ്യവസായിക്ക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട്? സ്ഥലമില്ല. നമ്മളിപ്പോൾ ഒരു വ്യവസായ ഒരു പാർക്ക് കണ്ടെത്താന്ന് പറഞ്ഞാൽ 10-200 ഏക്കർ സ്ഥലം, 150 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ട് വേണം വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 5 ഏക്കറും 2 ഏക്കറും 3 ഏക്കറും കൊടുത്ത് സ്ഥലം കൊടുത്തിട്ട് ചെറിയ വ്യവസായങ്ങളെ കൊണ്ടുവരാനുള്ള സംവിധാനം കേരളത്തെ സംബന്ധിച്ചേ ഉള്ളൂ. കാരണം നമ്മുടെ സ്ഥലപരിമിതി അങ്ങനെയാണ്. ജനങ്ങൾ വളരെയധികം, ഒരു കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിൽ 800-ലധികം ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ അത്രയധികം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അതിനനുസരിച്ചുള്ള ബിസിനസ് അല്ലേ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വൻകിട ഫാക്ടറികൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് നിലവിളിക്കുന്ന ആൾക്കാർ, വൻകിട ഫാക്ടറി വന്നാൽ അത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കിറ്റക്സ് എന്താണ് ചെയ്യുന്നത്? ഈ കിഴക്കമ്പലം പോലത്തെ ഒരു പഞ്ചായത്തിന് അടക്കി വാഴുന്നതിന് കാരണം എന്താണ്? 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. 1000 കോടി രൂപ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ആന്ധ്രയിൽ പോയിട്ടും തെലങ്കാനയിൽ പോയിട്ടും ബിസിനസ് തുടങ്ങിയിട്ടല്ലല്ലോ 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. അതിനെന്താ കാരണം? അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഈ പറഞ്ഞ സർക്കാർ അവിടെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നോ? ഇത് 12 റെയ്ഡ്, ഇത്രയും വലിയ കമ്പനിയിൽ 12 റെയ്ഡ് നടത്തി എന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ട് കാണുക. ഞാൻ 12 റെയ്ഡ് അല്ല നടത്തേണ്ടതെന്ന് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത്രയും വലിയ കമ്പനിയാണ്, ഇത്രയധികം ജോലിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ മാസവും റെയ്ഡ് നടത്തി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കണമെന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഒരു ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. 12 റെയ്ഡ് നടത്തി വലിയ കുറ്റമായി കാണുകയാണോ? അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ എന്താണ് പറയുക? ഒരു തീപിടുത്തം ഉണ്ടായി, ഒരു വലിയ രീതിയിലുള്ള ഗാർമെൻറ്റ് സ്ഥാപനമാണ്. തീപിടുത്തം ഉണ്ടായാൽ ആരെയും കുറ്റം പറയുക? കിറ്റക്സിനെയാണ് കുറ്റം പറയുക. ഈ പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതിൻ്റെ സുരക്ഷ പരിശോധിച്ചില്ല? നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കൊടുത്തു? ഈ പറഞ്ഞ സംവിധാനം ചെയ്തു എന്നല്ല ചോദിക്കുക. അപ്പം ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒരു സർക്കാരിനെ മോശമാക്കുന്ന രീതിയിൽ കേരളത്തിലേക്ക് വ്യവസായം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? 2 ലക്ഷം കോടിയാണ് സ്മൃതി മാഡം കഴിഞ്ഞ ഒരു വർഷം വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് വന്നത്. 2 ലക്ഷം കോടി. ഒരു വർഷം ഇന്ത്യയിലെ മുഴുവൻ GST പിരിക്കുന്ന എത്രയാണെന്നറിയോ? 2 തുടങ്ങി 2.5 ലക്ഷം കോടി വരിക. ഒരു മാസം മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ GST പിരിക്കുന്നത് 2 ലക്ഷം. കൊച്ചു സംസ്ഥാനം, ഇത് വളരെ ചെറിയൊരു സംസ്ഥാനത്ത് വിദേശത്ത് നിന്ന് വന്ന പണത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം കോടിയാണ്. ഈ പറയുന്ന 2 ലക്ഷം കോടി എങ്ങനെയാണ് വന്നത്? ഇവിടെ നമ്മൾ പറയുമല്ലോ, എപ്പോഴും പറയും, വലിയ രീതിയിൽ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ജോലിയില്ല, യുവാക്കൾക്ക് ജോലിയില്ല എന്നുള്ളതാണ്. എന്താണെന്ന് അറിയാം? ഇപ്പോൾ UK പോകുന്ന ഒരു യുവാവിനെ വെച്ച് നോക്കുള്ളൂ. UK പോകുന്ന ഒരു യുവാവിന് ഒരു മണിക്കൂറിന് 13 പൗണ്ടാണ് കിട്ടുക. ഒരു 100 രൂപ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു മണിക്കൂർ 130 രൂപ കിട്ടും. 8 മണിക്കൂർ വരെ പണിയെടുക്കാമെന്ന് വെച്ചോളൂ. ഒരു ദിവസം 10,000 രൂപ ശമ്പളം കിട്ടും. ഒരു ദിവസമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ 30,000 രൂപ ഒരു ദിവസം ശമ്പളം കൊടുക്കുന്ന ഒരു മലയാളിയെ കുറിച്ചിട്ട്? അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ അവിടെ പോയി എടുക്കുന്ന പണം കൂടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയധികം വലിയ വീടുകൾ വെച്ചിരിക്കുന്നത്, ഇത്രയധികം ബയ്യിങ് കപ്പാസിറ്റി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെൻസ് വാങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെൻസ് വാങ്ങുന്ന സംസ്ഥാനം നോക്കിയാൽ ഈ കൊച്ചു കേരളമാണ്. എവിടെ നിന്നാണ്? കേരളത്തിൽ പണിയെടുത്തിട്ടാണോ? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വരുമാനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന മലയാളികളും കുട്ടികളും മുഴുവൻ അവിടെ നിന്ന് ജീവിച്ചു പോകുന്നത് എനിക്ക് അഭിപ്രായമില്ല. എല്ലാവരും കേരളത്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 2 ലക്ഷം കോടി രൂപ ഈ ഇന്ത്യയിലേക്ക് ഒരു വർഷം കേരളത്തിലേക്ക് ഒരു വർഷം വരുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിറ്റക്സ് സാബു എന്ന് വിചാരിക്കുന്ന വ്യക്തി ആ ഫാക്ടറിയിലൊന്ന് പോയി നോക്കിക്കുക, എത്ര മലയാളികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന്. അവിടെ പണിയെടുക്കുന്നത് ആന്ധ്രയും തെലുങ്കാനയും ബംഗാളിനെയും നേപ്പാളിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് അവിടെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു 10-30% ഉണ്ടാവും മലയാളികൾ. അതെന്താണ്? സാധാരണക്കാരായ വളരെ ചെറിയ, നമ്മൾക്കിപ്പം തൊഴിലുറപ്പിന് പോകുന്നതിനേക്കാൾ തൊട്ട് മേലെയുള്ള ആ ലെവലിൽ പണിയെടുക്കുന്ന വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് 30-35 ശമ്പളം കൊടുത്തിട്ട് അവിടെ കൊണ്ടിരുത്തുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അവർ വിദേശ നാണയം വന്നിട്ട് അവർക്ക് ഇവിടെ ടാക്സ് കുറവാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്താൽ ഇവിടെ GST കൊടുക്കണ്ട, ഇവിടുന്ന് ഇൻകം ടാക്സ് കൊടുക്കണ്ട. ഒരു സാധനക്കാർ വിദേശ നാണയം ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിസിനസ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് കേരളത്തിലെ ബിസിനസ് മുഴുവൻ ഞങ്ങൾ മോശക്കാരാണ്. അപ്പോൾ ഞാൻ ഇന്നലെ സാബുവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ സാബു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 2020 പ്രൊജക്റ്റിൽ 3 പാർക്കുകളാണ് പ്ലാൻ ചെയ്തത്, സ്വകാര്യ പാർക്കുകളാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് കോഴിക്കോട്, ഒന്ന് കൊച്ചിയിൽ, ഒന്ന് തിരുവനന്തപുരത്ത്. ആ പ്രപ്പോസൽ വരെ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ആ സമയത്ത് പറഞ്ഞത് 3600 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടത്താം എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയി. അതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്നത് ഞാനാണ് എന്ത് ചെയ്ത് 2020 ഈ പറഞ്ഞ ബിസിനസ് കോൺക്ലേവിൻ്റെ ഹെഡായി നിന്നയാൾ. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റുകളെല്ലാം നടപ്പിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സർക്കാരിനെ ഏൽപ്പിച്ചത്. ആ സർക്കാരിനെ ഏൽപ്പിച്ച സർക്കാരിനോട് സാബു നീതിയാണോ കാണിച്ചത്? കാരണം സർക്കാർ ഇത്രയും വലിയൊരു ബിസിനസ്സിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ വലിയൊരാളിനെ വിളിച്ചിട്ട് ഇതിൻ്റെ തലപ്പത്ത് നിർത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? അപ്പം പുള്ളി തന്നെ പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യം, ഞാൻ ജോയി ആലുക്കാസിനെ വിളിച്ചിട്ട് ഒരു പ്രപ്പോസൽ മേടിച്ചു.
ഞാൻ നവാസ് മീരാനെ എന്താണ് ഈസ്റ്റേണിൻ്റെ മുതലാളിനെ വിളിച്ചൊരു പ്രപ്പോസൽ മേടിച്ചു. ഇതൊന്നും നടപ്പിലാവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം, അദ്ദേഹം തന്നെ പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. നടപ്പിലാകാത്ത കാര്യം. അദ്ദേഹം ഏറ്റവും വലിയ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ചീറ്റിംഗ് അല്ലേ അത്? അദ്ദേഹം പറയേണ്ടത് എന്താണ്? കേരളത്തിലേക്ക് ഇങ്ങനെ വരുന്നില്ല, എനിക്ക് ഈ പ്രപ്പോസൽ ഇങ്ങനെയല്ല വേണ്ടത്, ഇത് കുറച്ച് വിശാലമായി വൃത്തിയായി നമ്മൾ ചെയ്യണം. എന്നിട്ട് ഞാനും 3600 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു, ഞാനും ചീറ്റ് ചെയ്തു. ഇത് പുള്ളി തന്നെ പറയുകയാണ്, ഞാനും 3600 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു, അതുപോലും ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ വിഡ്രോഡ് പോയി, എന്നിട്ട് ഞാനത് തെലങ്കാനയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. എത്ര മോശമായ രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ സംവിധാനത്തിൻ്റെ അത് ഈ പറയുന്ന കോൺക്ലേവിന് മുൻപിൽ നിന്ന് വിജയിക്കുന്നില്ല, അപ്പം ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്ത് എനിക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു വിദേശ കമ്പനീനെ പറഞ്ഞു 60,000 കോടി രൂപയുടെ ഒരു മെയിൽ വാങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു. എന്നിട്ട് അത് കേട്ടിട്ട് കൂടെയുള്ളവർ ചിരിച്ച് അയ്യോ കേരളത്തിലേക്ക് ഒരു വികസനം വരുന്നില്ല എന്ന് വരുത്തി തടുക്കുകയാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായ സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്? ആ സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്ന വ്യവസായങ്ങൾക്ക് സൗഹൃദം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ലോകത്ത് കിടക്കുന്ന വ്യവസായങ്ങൾക്ക് മുഴുവൻ സൗഹൃദം ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉദാഹരണം പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇന്ത്യയിൽ ഇത് കേരളത്തിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്തേ അവിടെ ഇത്രയധികം 5 സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്തത്? കേരളം എന്ന് പറയുന്നത് ടൂറിസത്തിനോട് ഇക്കോ ഫ്രണ്ട്ലി ആയൊരു സംസ്ഥാനമാണ്. ടൂറിസം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് മാരിയറ്റിനൊക്കെ എത്ര ഹോട്ടലാണ്? ഹോളിഡേന് ഹോട്ടലില്ലേ? ക്രൗൺ പ്ലാസയ്ക്ക് ഹോട്ടലില്ലേ? താജിന് എത്ര ഹോട്ടലാണ്? ടാറ്റയ്ക്ക് എത്ര ഹോട്ടലാണ്? അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഹോട്ടൽ ബിസിനസ് അതുകൊണ്ട് ആ ബിസിനസ് കേരളത്തിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. IT പാർക്കുകൾ കർണാടകയെക്കാളും കൂടുതലായി ഇപ്പോൾ കേരളത്തിൽ. നമ്മൾ ഏറ്റവും പണ്ടൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കർണാടകയാണ് ഏറ്റവും കൂടുതൽ IT പാർക്കുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ IT പാർക്ക് കേരളത്തിൽ വന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ലുലുവിൻ്റെ വലിയ 2 IT പാർക്കുകളൊന്നുമില്ലേ? വലിയ IT പാർക്കാണ്. ലുലു ഒന്നും കാണാതെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഒന്നുമല്ല. IT പാർക്കുകളുടെ ഹബ്ബായി കേരളം മാറുക എന്നുള്ളതാണ്. അപ്പം ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ചെറിയ പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഏത് രീതിയിൽ വികസനം കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ സംസ്ഥാനം വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ 100% എല്ലാം ക്ലിയറായ ഒരു സംസ്ഥാനം ഉണ്ടോ എവിടെയെങ്കിലും? ഉണ്ടാവില്ല. ചില കമ്പനികൾക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ചില കമ്പനികൾ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്, ചില വിഷവാതകങ്ങൾ പുറന്തള്ളുന്നുണ്ട്, ചില സ്ഥലത്ത് വെള്ളം നമ്മൾ പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ പൂട്ടേണ്ട കമ്പനികളാണ്. അത് പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വാർത്ത കൊടുക്കുന്നത്. അത് വ്യവസായ സൗഹൃദമായ സംസ്ഥാനത്ത് എന്ത് ബിസിനസ് നടത്തിക്കോളാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രാരംഭ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു അടിസ്ഥാന വികസനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ നല്ല റോഡ് ഉണ്ടായിട്ടുണ്ടോ? 2 പാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി നമ്മൾ നന്നായി നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. കേരളത്തിൽ ഏറ്റവും വേണ്ട സാധനം എന്താണ്? ഒരു വ്യവസായത്തിന് ഏറ്റവും വേണ്ട സാധനം എന്താ? ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി കറണ്ട് കട്ടിപ്പില്ല, നല്ല രീതിയിൽ വ്യവസായം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെടുന്നത് എന്നിട്ട് പറയുന്നത് മന്ത്രിയോട് പറയുകയാണ്, ഇവിടുത്തെ ആരുടെയും പിതൃ സ്വത്തല്ല, കേരളം ആരെയും പിതൃ സ്വത്തല്ല, അങ്ങനെയൊക്കെ പിതൃ സ്വത്തല്ല എന്ന് പറഞ്ഞൊരു വ്യവസായി കേരളത്തിൽ വ്യവസായം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നാളെ രാവിലെ വന്നിട്ട് പറയും ഒരു വ്യവസായം തുറക്കുന്നത്, ഞാൻ നാളെ വന്നിട്ട് കേരളത്തിൻ്റെ മന്ത്രിയുടെ പിതൃ സ്വത്തല്ല എന്ന് പറഞ്ഞ് ബിസിനസ് തുറന്നൊരു ഏത് ലെവലില്ല. ആ മര്യാദ എന്ന് പറയുന്നത് എന്താണ്? അത് രാഷ്ട്രീയ നേതാവിൻ്റെ മര്യാദയാണ്. ഒരു രാഷ്ട്രീയ രീതിയാണ്. ആ രീതി എന്ന് പറയുന്നത് പിതൃ സ്വത്തല്ല എന്നൊക്കെ പറഞ്ഞു പോവാം രാഷ്ട്രീയ നേതാവിന്. പക്ഷേ ഒരു വ്യവസായിക്ക് വ്യവസായം നടത്തണമെങ്കിൽ വ്യവസായത്തെ വ്യവസായമായിട്ടും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചിട്ട് എന്തും വിളിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുന്നൊരു ലിമിറ്റ് ഉണ്ട്, അതുവരെ പറയാൻ പറ്റുള്ളൂ. ഒരു വ്യവസായിക്ക് പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, അതുവരെ പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ അപ്പുറം പോയിട്ട് ഈ MLA-മാരെയും മന്ത്രിമാരെയൊക്കെ പിതൃ സ്വത്തല്ല എന്നൊക്കെ പറയുന്ന ശൈലി നല്ലതല്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ലെവലിൽ എന്താണ്, ആന്ധ്രേനെ തള്ളിയിട്ടും തെലങ്കാനയെ തള്ളിയിട്ടൊക്കെയാണല്ലോ ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം എത്തിയത്. ഇതിനേക്കാൾ നല്ല സ്ഥലമാണെങ്കിൽ അവർക്ക് 1ാം സ്ഥാനം കൊടുക്കണ്ടായിരുന്നല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കേരളത്തിന് പറ്റിയ രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റുന്ന വ്യവസായികൾ കേരളത്തിൽ വന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരാണ്. അല്ലാതെ കേരളത്തിലെ എല്ലാ വ്യവസായങ്ങളും കേരളത്തിൽ വരണമെന്നുള്ളതല്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. പാലക്കാട് നമ്മൾ കഞ്ചിക്കോട് ഡിസ്റ്റിലറീൻ്റെ ഫാക്ടറി വരാൻ വേണ്ടി തുടങ്ങിയല്ലോ. ആകെ എത്ര ഏക്കറാ? 25 ഏക്കറോ 5 ഏക്കറോ എത്ര ഒരു സ്ഥലത്താണല്ലോ. എന്തുമാത്രമുള്ള കോലാഹലങ്ങളാണ് നടന്നത്. കാരണം അത് വന്നിട്ടില്ല. അത് സർക്കാർ അനുകൂലമായിരുന്നല്ലോ. അത് കൊണ്ടുവരണം എന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു സർക്കാർ. ഇവിടുത്തെ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? അത് വരേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു കള്ള് കച്ചവടവും കള്ള് ഫാക്ടറിയും അവിടെ വരണ്ട, അവിടെ കുടിവെള്ളത്തിന് പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ആരാ?
സർക്കാരല്ല പറയുന്നത്. സർക്കാർ വരണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം പറയുകയാണ് അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട് വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നാളെ സാബുവിൻ്റെ ഫാക്ടറി ഒരു 5 കിലോമീറ്റർ നീളത്തിൽ ഫാക്ടറി വരട്ടെ എന്ന് പറഞ്ഞാൽ കേരളം സമ്മതിക്കുമോ? സ്ഥലം കേരളത്തിൽ കണ്ടെത്താൻ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ സാബുവിൻ്റെ ബിസിനസ്സിന് പറ്റിയ രീതിയിലൊക്കെ കേരളത്തിൻ്റെ വ്യവസായ സമൂഹത്തിന് അനുസൃതമായി ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതുപോലെയുള്ള വ്യവസായികൾ വരുന്നത് വ്യവസായ സൗഹൃദത്തിന് വേണ്ടിയാണെങ്കിൽ സർക്കാരിൻ്റെ പ്ലാനിങ്ങോടും സർക്കാരിൻ്റെ നിയമങ്ങളോടും സർക്കാരിൻ്റെ ശൈലിക്കും ഒക്കെ അനുസരിച്ച് വർക്ക് ചെയ്യുക, പണിയെടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനല്ല, അത് ഏത് സർക്കാരാണ്. ഇപ്പോൾ UDF വരികയാണ് UDFിൻ്റെ സംവിധാനത്തിന് അനുകൂലമായിട്ട്, LDF സംവിധാനമാണ് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിസ്റ്റത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വ്യവസായം കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, എന്ത് മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ വ്യവസായികൾക്ക് കൊടുക്കുക? പുറം ലോകത്ത് നിൽക്കുന്നവരെന്താ വിചാരിക്കാന്നറിയോ? അയ്യോ ആന്ധ്രേൻ്റെ മന്ത്രി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മന്ത്രി ഞങ്ങൾ അടുപ്പിക്കില്ല, എന്നിട്ട് ഇവിടുത്തെ മന്ത്രീൻ്റെ പിതൃസ്വത്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ആന്ധ്രയിലെ മന്ത്രി നല്ലതാണ്, തെലങ്കാന മന്ത്രി നല്ലതാണ്. വേറൊരു രസം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ BJPക്ക് ഫണ്ട് കൊടുത്തല്ലോ, മറ്റേ എന്തുകൊണ്ടാണ് ആര് കൊടുത്തു? അല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ഏതാ? രാഷ്ട്രീയ പാർട്ടികൾ വിവിധ കമ്പനികൾ കൊടുത്തിരുന്ന ഇലക്ട്രൽ ബോണ്ടിൽ 25 ലക്ഷം കൊടുത്തതാണ്. ഇത് കേരളത്തിലെ CPMൻ്റെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സാബു പൈസ കൊടുത്തായിരുന്നോ? അപ്പോൾ അവിടെ കിട്ടും. അവിടെ 25 ലക്ഷവും 50 ലക്ഷവും 1 കോടിയൊക്കെ ഇല്ല, CPM വാങ്ങുന്നില്ല. അതായത് ഞാൻ പറഞ്ഞത് ആന്ധ്രയിലെ ഇലക്ട്രൽ ബോർഡിനും തെലങ്കാനയിലെ ഇലക്ട്രൽ ബോണ്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥലം കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ മന്ത്രിക്ക് പൈസ കൊടുത്താൽ മേടിച്ചെന്ന് വരില്ല. മനസ്സിലായോ? അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അവിടെ കുറച്ച് ഈസി ആയിരിക്കും ഈ കാര്യങ്ങൾ. ഡോക്യുമെൻറ്റ് വേണ്ടെന്ന് പറയാം. തെലങ്കാനയിൽ ഫാക്ടറി തുറന്ന സമയത്ത് എന്നോട് ഒരു ഡോക്യുമെൻറ്റും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ഈസിയായ കാര്യം അല്ലേ? ഒരു ഡോക്യുമെൻറ്റും വേണ്ട, ഒരു ലൈസൻസ് വേണ്ട, ഒരു അപ്രൂവൽ വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫാക്ടറി പണിതോളൂ, നിങ്ങൾ ഇഷ്ടംപോലെ പണിയെടുത്തോളൂ, നിങ്ങൾക്ക് തൊഴിലാളികളുടെ നിയമം വേണ്ട, ഏത് രീതിയിൽ വേണമെങ്കിലും പണിയെടുപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പണിയെടുപ്പിച്ച് നിങ്ങൾ ലാഭം മാത്രം ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടെങ്കിൽ സാബുവിനെ സംബന്ധിച്ചുള്ളത് നല്ലതാണ്. പക്ഷേ അങ്ങനെയല്ല കേരളം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.